എൻ്റെ വീട്. യെസ്, ഐസ്ലാൻഡിൽ ഏതാനും ദിവസങ്ങളായിട്ട് ഞാൻ താമസിക്കുന്ന എൻ്റെ വീടും ബെഡ്റൂമുമാണ് നിങ്ങൾ ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. ഒരു കിടിലൻ സ്ഥലം. ഇന്ന് അതിവിജനമായ യാത്രയിലൂടെ എങ്ങോട്ടെന്നറിയാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പറന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്, കിളി പോയി നടക്കുകയാണ്. സോ ടെക് ട്രാവൽ ഇൻ ഐസ്ലാൻഡ് സീരീസിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുളിക്കാനായിട്ട് 150 രൂപ 200 രൂപ വരും കുളിക്കാനായിട്ട്. അപ്പോൾ 3 പോയിന്റ് ആ കോയിൻ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഷവറിലിട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് നേരത്തേക്ക് വെള്ളം വരും. അങ്ങനെയാണ് പരിപാടി. ഇതാണ് ഇവിടുത്തെ ഷവർ. ഇവിടെ ഒന്ന് വേണം കുളിക്കാനായിട്ട്. ഇതിനകത്ത് ഈ കാണുന്ന മെഷീനകത്ത് കോയിൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഷവർ ഓണാവും. 4 ഷവർ അറ്റ് എ ടൈം ഉണ്ട്. ഇവിടെ 4 പേര് തുണിയില്ലാതെ കുളിക്കുന്ന കാണാം. എൻ്റെ കുളി പരിപാടിയെല്ലാം കഴിഞ്ഞു, ബസ്സൊക്കെ മാറി. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇന്നെങ്ങോട്ടാ പോകണ്ടെന്നല്ലേ നമുക്ക് പ്ലാൻ ചെയ്ത് പോകാം. ഐ ആം ഇൻ ഐസ്ലാൻഡ് വിത്ത് കോൺവെന്റ് കാർ. ഇവിടെ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ഞാനാണ് ഇന്ന് ലേറ്റായി പോകുന്നത്. 9 ഇന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ വണ്ടിയുടെ എക്സോസ്റ്റ് ഫാൻ. രാവിലെ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്കാണ്. അവിടെ ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോകുന്നത്. ഫുഡ് ഉണ്ടാക്കി കഴിച്ച് പോകുന്നതാണ് ബഡ്ജറ്റ് ട്രാവൽ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് പോകാനുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. എന്നിട്ടും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനമൊക്കെ 10 പൈസക്കൊന്നുമില്ലാത്ത സാധനമായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചെല്ലാം പെട്ടുപോയി. ഈ ഒരു നൂഡിൽസ് ഉണ്ട്, ഇത് ട്രൈ ചെയ്ത് നോക്കാൻ. നൂഡിൽസ് കുഴപ്പമില്ല, അത് എടുത്തുകൊണ്ട് വന്ന് അത് അവിടെ ഇരുന്ന് വന്നാലും ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ യാത്ര നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ വിചാരിച്ച പോലെ വളരെ സിമ്പിളായിട്ട് ഐസ്ലാൻഡ് റോഡ് ട്രിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇറ്റ്സ് ടേക്കിംഗ് ലോട്ട് ഓഫ് ടൈം. ഇന്ന് കുറേ ദൂരം ഓടേണ്ടിയിരിക്കുന്നു നമുക്ക്. എന്തായാലും ലെറ്റ്സ് ഗോ. ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് താമസിച്ച ക്യാമ്പ് സൈറ്റ് എന്ന് പറയുന്നത്. കേട്ടോ, എന്ത് വലിയ ക്യാമ്പാന്ന് നോക്കി. ഒരു വണ്ടിക്ക് ഒരാൾക്ക് 2000 വെച്ചിട്ടാണ് അവർ വാങ്ങിക്കുന്നത്. ഒരാൾക്ക് 2000 വെച്ചിട്ട്. അതായത് ഒരു ദിവസം എത്ര രൂപ സമ്മർ സമയത്ത് ഈ ഒരു ക്യാമ്പ് സൈറ്റിൽ ആൾക്കാരുണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഈ ക്യാമ്പ് സൈറ്റിൽ ഈ കാണുന്ന വേക്കൻറ്റ് സ്പേസിലെല്ലാം വണ്ടികൾ ഫുള്ളായിരുന്നു. ഇന്നലെ രാത്രി ഈ കാണുന്ന സ്ഥലത്ത് മൊത്തം വണ്ടികൾ ഫുള്ളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് കിട്ടില്ല സെറ്റപ്പ് ആയിരുന്നു എന്നുള്ളത്. വിക് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു നഗരമായിരുന്നു ഇത്. വിക്കിലാണ് നമ്മൾ ഇന്ന് താമസിച്ചത്. വിക്ക് എന്ന് പറയുന്നത് ശരിക്കും കടൽ തീരത്തുള്ള ഒരു നഗരമാണ്. നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഇത്രേ ഉള്ളൂ. ഇത് വലിയൊരു റൗണ്ട് അബൌട്ടും പിന്നെ ഈ കടൽ തീരത്തുള്ള ഈ സ്ഥലം. ആ കാണുന്ന പാർക്കിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ സിറ്റി സെൻറ്റർ, അവിടുത്തെ സൂപ്പർ മാർക്കറ്റും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ആ പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് സാൻഡ് ബീച്ചാണ്. വിക്കിലെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് സാൻഡ് ബീച്ചാണ്. ഒരു മലയുടെ സൈഡിലുള്ള ഒരു ചെറിയൊരു കുഞ്ഞു നഗരം അല്ലേ. ഇന്നലെ ഈ കാണുന്ന മലയുടെ മുകളിൽ നിന്ന് കാണുന്ന റോഡിലൂടെ ഇറങ്ങിയാണ് ഞാൻ വിക്ക് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വന്നത്. ഇവിടെ മലയുടെ മേളിൽ ഒരു പള്ളിയൊക്കെ കാണാൻ സാധിക്കും. സോ വിക്കിൻ്റെ ഒരു ഓവറോൾ രൂപം കിട്ടിയില്ലേ. ചുറ്റിനും മല എന്ന് പറഞ്ഞിട്ടില്ല, പകുതി ഭാഗം മല, പകുതി ഭാഗം കടൽ. അതാണ് വിക്ക്. പിന്നെ ആ മലയുടെ സൈഡിലായിട്ട് നമ്മൾ ഇന്ന് താമസിച്ച നമ്മുടെ ക്യാമ്പും അതേപോലെ തന്നെ അതിനോട് ചേർന്നുള്ള കോട്ടേജുകളും. ക്യാമ്പും കോട്ടേജുകളും ഒക്കെയാണ് ഇവിടുത്തെ യാത്രികർ കൂടുതലായിട്ടും താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ കോട്ടേജുകളൊക്കെ വളരെ കുറവായിരിക്കും. മിക്ക ആൾക്കാരും ക്യാമ്പിൽ വണ്ടിയിലാണ് കിടന്നുറങ്ങുന്നത്. അതിനകത്ത് തന്നെ ക്യാമ്പിലും വണ്ടിയിലും ഒക്കെ ആയിട്ട് ഇറ്റ്സ് ആക്ച്വലി ഫൺ. ഇതൊരു പ്രത്യേക രീതിയാണ്. നമുക്ക് ആ ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ച് കൊണ്ടൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. കറുത്ത നിറത്തിലെ ബീച്ച്, അതാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. നമുക്ക് പലതരത്തിലുള്ള ബീച്ച് നമുക്ക് കാണാൻ സാധിക്കും. പെബിൾ ബീച്ച്, സാധാരണ ബീച്ച്, അങ്ങനെ പലതരത്തിലുള്ള ബീച്ച് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കറുത്ത നിറത്തിലുള്ള ബീച്ചാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. അത്യാവശ്യം നല്ല വിൻഡി ഡേ ആണ് എന്ന് എനിക്ക് കൂടുതൽ സ്റ്റേബിളായിട്ട് എനിക്ക് ഡ്രോൺ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്ര വിൻഡിയാണ്. ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ പോയിട്ട് നമുക്ക് ഈ ഒരു വിക്ക് നഗരത്തിൻ്റെ ഒരു കാഴ്ച ഒന്ന് കാണാം. ഓ വാവ്, എന്താല്ലേ. ശരിക്കും ഒരു 100% ടൂറിസ്റ്റുകൾ മാത്രം വന്ന് നിറയുന്ന ഒരു 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 സ്ഥലമാണ് വിക്ക് എന്ന് പറയുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റും റെസ്റ്റോറൻറ്റും ഏഷ്യൻ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനത്തെ കുറച്ച് സെറ്റപ്പുകൾ മാത്രമുള്ളൊരു കുഞ്ഞി നഗരം. എന്നാലോചിച്ച് നോക്കിയേ. അതായത് ഈ N1 എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു റിംഗ് റോഡ് ഹൈവേ ഉണ്ടല്ലോ, ഈ ഹൈവേയിലെ ഒരു പ്രധാന ഒരു ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഇൻ ബിറ്റ്വീൻ രാത്രി താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഐസ്ലാൻഡിലെ ഒരു സ്ഥലം. അതാണ് ഈ കാണുന്നത്. ഇത്ര മനോഹരമാണല്ലേ ബിൽഡിങ്ങുകൾ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാം അടിപൊളി. അപ്പോൾ ഗുഡ് ബൈ വിക്ക്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക്, നമ്മളിനി ഐസ്ലാൻഡിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. വിക്കെന്ന് വിട്ടിട്ട് എനിക്ക് നടത്തിയൊരു 10-50 കിലോമീറ്റർ ഇതുപോലെ വിജനമായിട്ടുള്ള സ്ട്രെയിറ്റ് റോഡാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നും കാണാനില്ല. അപ്പുറം ഇപ്പുറം നമ്മൾ കടൽ തീരത്തുനിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയാണ് ഇപ്പോൾ പോകുന്നത്. വേറെ there is nothing.
അങ്ങോട്ടാണ് വണ്ടികളെല്ലാം പോകുന്നത്. എതിരെ വണ്ടികൾ വളരെ കുറവാണ്. നമ്മളിപ്പോ സ്കഫ്തർതുംഗ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. സ്കഫ്തർതുംഗ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഇവിടെ ഞാനിങ്ങനെ ഒരു 19 കിലോമീറ്റർ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരികയായിരുന്നു. വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ തുടക്കത്തിൽ നമ്മൾ റെയ്ക്കാവിക്ക് അടുത്തൊക്കെ നമ്മൾ കണ്ട കുറേ വോൾക്കാനിക് ഇറപ്ഷൻസ് കണ്ടില്ലേ. അതിനുശേഷം നമ്മൾ വന്നപ്പോഴത്തേക്കിനും നമ്മൾ കുറേ ഗ്രീനറി ഉള്ള സ്ഥലങ്ങൾ കണ്ടു. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് സംതിങ് ഡിഫറെൻ്റ് അല്ലേ. സംതിങ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എനിക്ക് തോന്നുന്നു പണ്ട് എപ്പോഴോ വോൾക്കാനിക് ഇറപ്ഷൻസ് നടന്ന ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോഴത്തേക്കിനും അതുപോലത്തെ സംഭവങ്ങളാണ്. ബേസിക്കലി ഇത് കല്ലോ അല്ലെങ്കിൽ പാറയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. അതുപോലത്തെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻസ് ലാവ ഒഴുകി വന്ന് നിൽക്കുന്ന ആ ഒരു ഒരു സംഭവമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റോഡിൻ്റെ 2 വശത്തും അത്തരത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് മലയുടെ മുകളിലൊക്കെ ഗ്ലേഷ്യേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിശക്തമായ കാറ്റുണ്ട്. ഈ കാറ്റത്ത് കുറച്ച് പാടാണ്. പക്ഷേ എന്നാലും ഗ്ലേഷ്യേഴ്സിൻ്റെ അടുത്തൊന്നും എനിക്ക് ഡ്രോൺ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഡ്രോൺ കുഞ്ഞു ഡ്രോണല്ലേ. നല്ല വലിയ ഡ്രോണൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഭയങ്കര കാറ്റാട്ടോ റോഡിൽ ഭയങ്കര കാറ്റാണ്. വണ്ടി ആടിയാണ് ഞാൻ ഓടിച്ചോണ്ടിരിക്കുന്നത്. ഈ ലെഫ്റ്റിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 10-15 കിലോമീറ്റർ ആയിട്ട് കംപ്ലീറ്റ് ഇതുപോലത്തെ സ്ഥലമാണ് കണ്ടില്ലേ. അത്തരത്തിലുള്ള സ്ഥലത്തിൻ്റെ നടുവിലൂടെ റോഡ് വെട്ടിയാണ് ഇതിങ്ങനെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് അതുപോലത്തെ സ്ഥലം കേട്ടോ. ഇത് തീരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിൻ്റെ മറ്റൊരു വേർഷൻ എന്തോ പരിപാടിയുണ്ട്. ഇത് മറ്റേ ലാവ ഒഴുകി വന്ന സാധനം തന്നെ. അപ്പോൾ അതിവിടെ പാർക്കിംഗ് ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയാം. വെറുതെ അല്ല, ഈ ഒരു ഭാഗം മൊത്തം ഉണ്ട്, ചുമ്മാതല്ല. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ഉണ്ട് ലോകത്ത്. ഏകദേശം 400 മില്യൺ ഇയേഴ്സ് മുന്നേ മുതൽ മോസ് ഡ്രൈ ലാൻഡുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ മോസ് ഈ ന്യൂട്രിയൻസും വെള്ളവും ഇതിൻ്റെ ഇലകളിൽ കൂടെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് ഇതിങ്ങനെ കൂട്ടത്തോടെ ഈ ലാവ ഒഴുകി വന്ന സ്ഥലങ്ങളിലും അതേപോലെ തന്നെ മറ്റുള്ള പ്ലാന്റുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലും ഇത് പെറ്റുപെരുകി ഇതിങ്ങനെ കിടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു മോസ് കൂട്ടം ഉള്ള ഒരു പാറക്കട്ടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ചവിട്ടി കയറരുത്, നടക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ വളരെ പ്രൊട്ടക്റ്റഡായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഈ പാറയുടെയൊക്കെ മേളിൽ കണ്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ കാണത്തില്ലേ, ഇതാണ് ബേസിക്കലി മോസ് എന്ന് പറയുന്നത്. ഇത് എക്സ്ട്രീം വിൻ്റർ വരുമ്പോഴത്തേക്കിനും ഇത് ചെറിയ രീതിയിൽ ഉണങ്ങുന്നുണ്ടെങ്കിലും ഇതിങ്ങനെ സർവൈവ് ചെയ്ത് പോകും. അതാണ് നമുക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ മേളിൽ ഈ ഇതൊക്കെ ലാവ ഒഴുകി വന്ന സംഭവങ്ങളാണല്ലോ, അതിൻ്റെ മേളിൽ ഇതൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ഈ കിലോമീറ്റർ കണക്കിന് വരുന്ന ഈ ഒരു സ്ഥലത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ മോസിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നടക്കാം. ഇതാണ് സംഭവം. ഇത് ഭയങ്കര ഭംഗിയല്ലായിരുന്നു കാണാനായിട്ട്. ഓരോ സ്ഥലം പോകുമ്പോഴും ഓരോ രീതിയിലുള്ള ഭംഗിയാണ്. എന്ത് രസമല്ലേ. ഇതൊക്കെ പണ്ട് ഏതോ ഒരു വലിയ വോൾക്കാനോ എത്രയോ മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടി തെറിച്ച് അതിൻ്റെ ഒഴുകി വന്ന ലാവയാണ് ഈ കാണുന്ന റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വീണ്ടും ഡൈവേർഷൻ എടുത്തിട്ട് ഞാൻ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ ഒരു സാധനമുണ്ട്, കാണാൻ വേണ്ടി പോകണം. അവിടെ നിന്ന് ഞാൻ നേരത്തെ നിർത്തി 2 കിലോമീറ്റർ മാറിയപ്പോഴത്തേക്കിനും കണ്ടില്ലേ ഫുള്ള് ഗ്രാസ് ലാൻഡ് ആയത് കണ്ടു. പണ്ട് ഗ്രാസ് ലാൻഡ് ആയിരുന്ന സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ പോലെ വോൾക്കാനോ ഒഴുകി സെറ്റായതും ഇങ്ങനെയൊക്കെയാണ്. എവിടെ പോയാലും എന്ത് അടിപൊളി റോഡല്ലേ. എത്ര ഇന്റീരിയർ പോയാലും നല്ല റോഡൊക്കെയാണ്. വാവ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മറ്റേ കടൽ പോലെ മറ്റേ വ്യൂ മൊത്തം കാണാൻ തോന്നുന്നു. എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്, എന്താണെന്നറിയില്ല. താഴെ കുറെ വണ്ടി കിടപ്പുണ്ട്. എന്താ സംഭവം എന്ന് പോയി നോക്കട്ടെ. ഇത് എന്താ സംഭവം എന്നറിയോ, ഇതൊരു ട്രക്കിംഗ് പോയിന്റ് ആണ് കണ്ടല്ലേ. ഇതിവിടെ ആക്ച്വലി താഴെ വണ്ടി ഇട്ടിട്ട് ഏകദേശം 2-2.5 കിലോമീറ്റർ നടന്നു പോകണം. അതുകൊണ്ട് ഞാൻ അത്രയും സമയം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യേണ്ട തീരുമാനിച്ചു. ഇത് ഈ കാണുന്ന സംഭവമാണ്. ഇത് കണ്ടില്ലേ, ക്യാനിയോൺസ് പോലെ ഉള്ള ഒരു ഏരിയ. ഇതിനിടയ്ക്ക് കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അതാണ് സംഭവം. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ട്രക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ പ്രകൃതി രമണീയമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് മെയിൻ ഇതിൻ്റെ ഐസ്ലാൻഡിൻ്റെ ഒരു മെയിൻ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ അത്. അതിനിടയ്ക്കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ. ശരിക്കും ഇത് പൊളിച്ചിട്ടാ. എന്നിട്ട് എനിക്ക് തോന്നുന്നു പണ്ട് ഈ ലാവ ഒഴുകി പൊട്ടി വന്നിരുന്നത് ഈ വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അതായിരിക്കും ഇവിടെ ഈ താഴെ ഇത്രയും ഭാഗത്ത് ഈ കിടക്കുന്ന ആ ഒരു ലാവയുടെ സംഭവങ്ങൾ കണ്ടോ. ഇങ്ങനെ പണ്ട് ഈ വോൾക്കാനോ പൊട്ടി ഒഴുകി വന്ന
വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, പച്ചപ്പായിട്ട് നിൽക്കുന്നു. ഓ ഇത് പൊളിച്ച്, ഭയങ്കര വ്യൂ അല്ലേ, ഇത് രസാ. അയ്യോ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ മോട്ടോർ ഹോം ഇറക്കിക്കൊണ്ട് വരുന്നുണ്ടോ. അയ്യോ they are living their life. നല്ല അടിപൊളി വണ്ടി. ഓ ഇതാണ് ക്രേസ്. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയേ. എന്തിനാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാലം കണ്ട്, വെള്ളം ഒഴുകുന്നൊരു പാലം. അപ്പോൾ ആ പാലത്തിനടിയിൽ കൂടെ എനിക്ക് ഡ്രോൺ പറത്തണമെന്നൊരു ആഗ്രഹം. ഈ FPV ഡ്രോണൊക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ. അപ്പോൾ ഞാനൊന്ന് പറത്തി നോക്കി. നിറച്ച് ഈ 2 മലയിടുക്കിനിടയ്ക്ക് കൂടി ഇങ്ങനെ വെള്ളം പോകുന്ന സ്ഥലത്ത് ചെറിയൊരു എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിൻ്റെ മേളിലോടൊരു പാലം, അതിൻ്റെ മേളിൽ കൂടെ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഡ്രോണൊന്ന് പറത്തി നോക്കിയതാണ്. രസമായിരുന്നു. FPV ഡ്രോണൊക്കെ പറത്തുന്നവരെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. അതിൻ്റെ മേളിൽ പൈൻ മരങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീനറിയും പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് പോലെ എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം കണ്ടതാണ്. ആ വെള്ളച്ചാട്ടം നോക്കി, ചെറിയൊരു വെള്ളച്ചാട്ടം. ഇവിടെയൊക്കെ എല്ലാ വെള്ളച്ചാട്ടത്തിലും ആൾക്കാർ നിർത്തുന്നുണ്ട്. ഹലോ, എനിക്ക് 2 കൂട്ടുകാരെ കിട്ടി. യുവർ നെയിം ഈസ് ലൂക്കാസ് ആൻഡ് Elizabeth, I'll say. Yeah. That's better. So Elizabeth, are you able to sit there? No, it's amazing. Okay, fine. ഇവര് ഹിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Thank you, welcome. ഇവര് ഹിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് they are coming from Prague. I've done a lot of hitchhiking like this, especially in Central Asia, Kazakhstan, Uzbekistan and all. And yeah, I know like how hard it is. Where are you guys coming from today? Just this village, right? Oh, just started this. We slept in this camp. Yeah. Oh, you just started today. Yeah. So I'm your first one. Yes. Okay, that's nice. How you reached here yesterday? We also hitchhiked From Reykjavik. Reykjavik. No, we didn't do the whole road from Reykjavik yesterday. Yesterday we went from Hella. Yeah. Hella. Okay. Yeah, so That's nice. we did. So how long you are going to be here? Until the stand. Yeah. And so all together for 1 week, and we still have like 3 for 2 days to go. Okay. What about you? I'm going to be here till 10th. Uh-huh. Yeah. So I'm just doing a round trip. Okay. Yeah, I just started from Reykjavik yesterday. And where are you going now? Exactly. I don't know. Diamond Beach is like here. Yeah, but we go. wanted to stop here for there's a glacier, beautiful. So. Just let me know. Okay. What's the name of your channel? Tech, travel, eat. You got it? I think so. Yeah. Okay. Oh, you're big. Wow. So you are shooting Indian content? No, I travel abroad and I travel to different countries. Oh, like for Indians? Yeah. Videos in Malayalam. It's a local language. Yeah, okay. അങ്ങനെ ഓടിച്ച് ഡയമണ്ട് ബീച്ച് എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് എത്താറായി. ഇവിടെ അവസാനത്തൊരു 5 കിലോമീറ്റർ വണ്ടി കൈ നിൽക്കുന്നില്ല. അതുപോലെ ആടി പോവാ. കാറ്റാ. ഒന്നുമില്ല, അപ്പുറത്തെ സൈഡിൽ കടലും അപ്പുറത്തെ സൈഡിൽ മറ്റേ ഗ്ലേഷ്യർ മലയാണ്. മല അങ്ങ് ദൂരെയാണ്, പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇടയ്ക്ക് ഫുള്ള് കാറ്റിങ്ങനെ പിടിച്ച് 2 കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് അപ്പൊക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എങ്ങനെ ഓടിച്ചിട്ടും ഭയങ്കര പാടാണ്. വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വണ്ടി ഭയങ്കര ഇത്ര നേരം ഓടിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഇപ്പോഴാണ് വണ്ടി ഭയങ്കര കാറ്റ് പിടിക്കുന്നത്. അത് ദൂരെ ഒരു മഞ്ഞുമല കണ്ടോ, ഗ്ലേഷ്യേഴ്സ് ആണെന്ന് തോന്നുന്നു ആ കാണുന്നത്. അതിൻ്റെ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് അവിടെ കുറച്ച് ഗ്ലേഷ്യേഴ്സിൻ്റെ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 80 കിലോമീറ്റർ ഉണ്ട് ആ മലയുടെ ആ ഭാഗത്തേക്ക് പോകാനായിട്ട്. നമുക്ക് ഇത്രയും ദൂരെ നിന്ന് കാണാമെന്നുണ്ടെങ്കിലും ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട് ആ ഭാഗത്തേക്ക്. അത് കഴിഞ്ഞിട്ടൊരു ഡയമണ്ട് ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ബീച്ചൊക്കെ വരും. അപ്പോൾ ഇവനിങ്ങനെ കൂടെ കൂടിയത് കൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. വിജനമായ വഴികൾ, വേറൊന്നുമില്ല. ഈ മല കണ്ടോ, ചിന്തോന്നുണ്ട് ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ എൻ്റെ പൊന്നു, പിന്നെ മേളിലേക്കൊക്കെ ഡ്രോൺ പറത്തണം. പറ്റുമോ? പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഭയങ്കര രസമായി ഇങ്ങനെ വിജനമായ സ്ഥലം. അതിവിജനം എന്ന് പറഞ്ഞാൽ അതിവിജനം. ഇത്ര നേരം ഉണ്ടായിരുന്ന പച്ചപ്പ് പെട്ടെന്ന് മാറിയിട്ട് ഒരു മരുഭൂമി പോലെ ആയത് കണ്ടോ. അപ്പുറത്ത് മല കണ്ടോ, ആ മലയുടെ മുകളിൽ മൊത്തം മഞ്ഞുമല. അതായത് എല്ലാ വെതറും ഒറ്റ ദിവസം നമുക്കിവിടെ ഐസ്ലാൻഡിനെ അനുഭവിക്കാൻ പറ്റും. ഒരേ സ്ഥലം കാണാൻ പറ്റും. മഞ്ഞും മരുഭൂമിയും ചൂടും തണുപ്പും പച്ചപ്പും എല്ലാം കൂടി. കിലോമീറ്റേഴ്സ് നീണ്ടു നിവർന്ന് നടക്കുന്ന റോഡ്, ഒന്നുമില്ല. അതായത്
ഞാൻ ആക്ച്വലി വിൽക്കുന്ന വിട്ടിട്ട് ആ ഒരു സ്ഥലമല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ കിടക്കാണ്. ഓരോ 10 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കിനും ഇങ്ങനെ പച്ചപ്പ് മാറി മരുഭൂമിയാവും, മരുഭൂമി മാറി പച്ചപ്പാവും, അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയുടെ മേളിലൊക്കെ മൊത്തം മഞ്ഞുണ്ട്, താഴെ ഒന്നും മഞ്ഞില്ല. മലയുടെ മേളിലൊക്കെയാണ് മഞ്ഞ് കിടക്കുന്നത്. ഇങ്ങനെ 100, 110, 100, 110 എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോവാം. അത്രേ ഉള്ളൂ. ഞങ്ങളങ്ങനെ മലയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരം പോയിട്ടും മലയുടെ അടുത്തോട്ട് എത്തുന്നില്ല. എത്ര കിലോമീറ്റർ ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാമോ? ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ 2 ചെറിയ സെസ്ന കിടക്കുന്നു. ഒരു സെസ്നയും പിന്നെ ഒരു ഹെലികോപ്റ്ററും കിടക്കുന്നു. ഉണ്ടോ? ഇത് മറ്റേ STL ഫ്ലൈറ്റ്സ് ആണ്. ഇത് ഇവിടെ ഈ ഗ്ലേഷ്യൽ ടൂറിന് കൊണ്ടുപോകുന്ന ഫ്ലൈറ്റാണ്. അതായത് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാണുന്ന ഗ്ലേഷ്യറിൻ്റെ മുകളിൽ കൂടെ ഒക്കെ അവർ കറങ്ങിക്കൊണ്ട് വരും. അതാണ് പരിപാടി. അങ്ങനെ ആ ഗ്ലേഷ്യർ, ദൂരെ കണ്ട ഗ്ലേഷ്യേഴ്സ്, അതിനടുത്തേക്ക് നമ്മൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതായത് മഞ്ഞാണ്. മഞ്ഞവിടെ ഉരുകി കിടക്കുന്നതിനാണല്ലോ ശരിക്കും ഈ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അതിങ്ങനെ വെള്ളമായി വരാനൊന്നും ഇല്ല. അതാണ് സംഭവം. കണ്ടില്ലേ? എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലെല്ലാം ഈച്ചടിച്ച് വൃത്തികേടായി. എൻ്റെ വണ്ടിയുടെ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ ഫ്രണ്ടിൽ ഈച്ചടിച്ച് വൃത്തികേടായിരിക്കുക. ഇവിടുത്തെ ഗ്ലേഷ്യർ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഡ്രോൺ പറത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവരെന്നെ കൂടെ അങ്ങോട്ട് നടന്നുപോയി. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളിൽ നിന്ന് ആലോചിക്കും, വെള്ളം ഒഴുകി വരുന്ന സാധനം, വെള്ളം ഒഴുകി വരുന്നത് അത് ഫ്രോസൺ ആയിട്ട് അങ്ങ് നിൽക്കുകയാണ് എന്നുണ്ടാവും. അതാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇത് ഉള്ളത്? അടുത്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാണെങ്കിൽ കുറേ നടക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇട്ടിട്ട് ആൾക്കാരിങ്ങനെ വെറുതെ നടക്കും. അതാണ് ഇവരുടെ പരിപാടി. ശരിക്കും ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുന്നത് ഇവർ കുറേ ദിവസം എടുത്തു. അതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. സെസ്ന എടുത്തോണ്ട് വരുന്നുണ്ട്. സെസ്ന അല്ലല്ലോ, ഇത് വേറൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രൈവറ്റ് സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇത് ഞാനിവിടെ വന്നില്ലായിരുന്നു, നഷ്ടമായിരുന്നു കേട്ടോ. കാരണം ഞാനിത് ഡ്രോൺ പറത്തിയപ്പോൾ കണ്ടതിലും കിടുക്കാച്ചി രസമുള്ള ഒരു വ്യൂ ആണ് ഇവിടെ. കണ്ടോ? ഇവിടെ ഒരു കുളം. ദിസ് ലുക്സ് ലൈക്ക് എ ഫ്രഷ് വാട്ടർ ലേക്ക്. ഭയങ്കര ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം നിൽക്കുന്നു അതിനകത്ത്. അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ഉരുകി വന്നതായിരിക്കുമോ, അറിയില്ല. ഉരുകി വന്നിട്ട് ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലല്ലോ. ഇതൊരു ലേക്ക് പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഫൈനലി ഞാൻ എടുത്തി കേസ്. ഇത് രക്ഷയില്ലല്ലോ. ഇതെന്താണിത്? എൻ്റെ പൊന്നെ. ഐസ് മല എന്നൊക്കെ കണ്ടിട്ടില്ലേ? ഈ കാണുന്നതൊക്കെ ഇത് ശരിക്കും പാറപ്പുറത്ത് മഞ്ഞ് വീണ് കിടക്കുന്നതല്ല. അതായത് ഈ മേളിൽ നിന്നൊക്കെ ഐസ് എന്താ പറയുക, ഐസ് കട്ടയായിട്ട്, വെള്ളം കട്ടയായിട്ട് അതിങ്ങനെ ഐസായി കിടക്കുകയാണ്. ഇത് ഫുള്ള് വേണമെങ്കിൽ ഇങ്ങനെ തോണ്ടിയെടുക്കാം. ആ രീതിയിലാണ് ഇത്. കണ്ട? ഇത് രക്ഷയില്ല. ഞാനിത് മേളിൽ നിന്ന് കണ്ടപ്പോൾ ഇത് വേറെ തന്നെ വ്യൂ ആയിരുന്നു. ഈ അവലാഞ്ചയൊക്കെ സംഭവിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് പണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഇതായി വന്നായിരിക്കും. എന്നാലും എന്താ അല്ലേ, ഇനിയും വേണം നടന്ന് അതിൻ്റെ മേളിലൊക്കെ പോവാം. ഈ ഗ്ലേഷ്യർ വാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ചെയ്യണം. ദിസ് ലേക്ക് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. ഇത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായത്. റോഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കണം അകത്തേക്ക്. ഗ്ലേഷ്യർ വാക്സ്, ഗ്ലേഷ്യർ. ഇതിനകത്ത് എന്തൊക്കെയോ ആളുകേസും എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് കണ്ട നോക്കി. വാവ്, അടിപൊളി. ഇത് കണ്ടോ? ഇതൊക്കെ വെള്ളത്തിനടിയിൽ ഇങ്ങനെ കളിച്ച് വയ്ക്കുന്ന ഓരോരോ സാധനങ്ങളാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, നല്ല തണുപ്പുവാ. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള കുറച്ച് ഐസ്ലാൻഡിനെ പറ്റിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ന്യൂസിലൻഡ് പോലൊക്കെ ആയിരിക്കുമെന്നാണ്. പക്ഷെ അല്ല കേട്ടോ. ശരിക്കും ഇത് ഐലൻഡ് ആണെങ്കിലും ഇതുപോലൊരു ഐലൻഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല. ഇത് എന്ത് ഐലൻഡാണ്? ഞാൻ കുറേ ഐലൻഡുകളിൽ പോയിട്ടുണ്ട്, പല സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ ദിസ് കൺട്രി ഈസ് അവസം. അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ ട്രിപ്പ് വരണം. ഏറ്റവും ബഡ്ജറ്റായിട്ട് ട്രിപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഞാൻ എടുത്ത പോലെ ഒരു ക്യാമറമാനോ മോട്ടോർ ഹോമോ ഒക്കെ എടുത്ത് സെൽഫ് ഡ്രൈവ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബഡ്ജറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി. You like it? It was very nice. It was really beautiful. And he lost his jacket. പുള്ളി ജാക്കറ്റ് എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് വന്നു. അങ്ങനെ ആദ്യമായിട്ട് കുറച്ച് വൈൽഡ് ആനിമൽസ് കണ്ടിരിക്കുകയാണ്. വൈൽഡ് ഷീപ്പാണെന്ന് തോന്നുന്നു. കാട്ട് ഷീപ്പ്. ഇവിടെ കാട്ടിൽ ഓടി നടക്കുന്ന. എൻ്റെ പൊന്നു, അതാണ് എല്ലാവരും റോഡിനടുക്ക് വണ്ടി എടുത്തിരിക്കുന്നത്. ഞാൻ നോക്കുന്നത് എന്താ സംഭവം.
നമ്മൾ അങ്ങനെ ഐസ്ലാൻഡിൻ്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഒരു പാലം കണ്ടോ, ആ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, അതായത് ഗ്ലേഷ്യേഴ്സ്, വെള്ളത്തിൽ കിടക്കുന്ന ഗ്ലേഷ്യേഴ്സ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് പൊളിച്ച് അത് കൊള്ളാല്ലേ. കടൽ തീരത്ത് ഉള്ള ഒരു സ്ഥലം. അവിടെ നമ്മൾ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങി ഗ്ലേഷ്യർ കാണണം. ബൈ. എൻജോയ്. അങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ ഇറക്കി വിട്ടു. ഏകദേശം ഒരു 350 കിലോമീറ്റർ എൻ്റെ കൂടെ അവരുണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം കാണട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റാൻ തോന്നുന്നില്ല, ഭയങ്കര കാറ്റ്. എനിക്ക് തന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അന്നേരം ഇങ്ങനെ ഡ്രോൺ പറത്തി. ഇത് അന്റാർട്ടിക്കയിൽ എവിടെ പോയ പോലെ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ തോന്നടേ ഇത്. അവിടെ അത് കാണാൻ പറ്റുന്നില്ല, അതുപോലെ കാറ്റ്. എന്ത് ഭംഗിയത് കാണാൻ. ഈ ഗ്ലോബൽ ടെമ്പറേച്ചറൊക്കെ കൂടിയതുകൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ ആണെന്നാണ് എഴുതിയത്. ഭയങ്കര രസമാണ്. ആ ഗ്ലേഷ്യർ കിടക്കുക, ഈ കടലിലേക്ക് വെള്ളം പോകുമ്പോൾ പിന്നെ തിരിച്ച് വെറുതെ കൊണ്ട് വണ്ടി കയറ്റിയിട്ട് പൈസ കൊടുക്കണം, ശ്രദ്ധിച്ചിട്ട് പോകാം. ഇവിടെ ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ റാഫ്റ്റ് പോലെ എന്തൊരു സാധനം ഉണ്ട്, അതിനകത്ത് കയറി പോകണം, എന്നാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനിങ്ങനെ ഇതുപോലെയുള്ള വണ്ടി, ഇത് എന്ത് വണ്ടിയാന്ന് നോക്കിയേ, ഇതുപോലുള്ള വണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവര് ബോട്ടിൽ കൊണ്ടുപോകുന്ന എന്തോ പാക്കേജ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്താലാണ് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് വണ്ടിയാണ് ഇത്. ഒന്ന് ഷെവർലെ, ഒന്ന് GMC. ഇതൊക്കെ ഈ ഗ്ലേഷ്യറിന്റെ ഒക്കെ മേളിൽ കൂടെ കയറ്റിക്കൊണ്ട് പോകുന്ന എന്തോ ട്രിപ്പ്, അഡ്വഞ്ചർ ട്രിപ്പും പരിപാടികളൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, ഞാനിപ്പോ റോഡ് ട്രിപ്പാണ്. ഭയങ്കര പൈസയാ, താക്കൂല. ഭയങ്കര രസമുള്ള സ്ഥലമാണ്, പക്ഷെ കാറ്റ് കാരണം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് വൃത്തിയായിട്ടൊക്കെ അടിപൊളി സ്ഥലമാണ്. എന്റെ അമ്മേ, ഇത്രയും കാര്യം ഈ പരിസരത്ത് ഞാൻ കണ്ടില്ല, ഈ ഭാഗത്ത് കണ്ടിട്ടില്ല. അപ്പൊ ലെറ്റ്സ് ഗോ. ഇത് ശരിക്കും നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു, പക്ഷെ എനിക്കിത് കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് കാറ്റത്ത് മാത്രമല്ല, നമുക്ക് ശരിക്കും ഇത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീലിൽ ഒരു ബോട്ടിലൊക്കെ കയറിപ്പോയാലേ പറ്റുള്ളൂ. അല്ലെ പിന്നെ ഒരു ഡ്രോണൊക്കെ പറത്തി വിട്ട് ആ രീതിയിൽ എൻജോയ് ചെയ്യണം. ശരിക്കും ഇത് കാണുമ്പോഴത്തേക്കിന് അന്റാർട്ടിക്കൊക്കെ വന്നതുപോലെയൊക്കെ ഇല്ലേ, ഇല്ലേ? ശരിക്കും പോളാറിന് അടുത്ത് കിടക്കുന്ന രാജ്യമല്ലേ, അതാണ് ഇത്ര ഇങ്ങനെ സംഭവങ്ങളൊക്കെ. എന്തായാലും സംഭവം പൊളിയായിരുന്നു. ബർഗർ എന്തെങ്കിലും വാങ്ങിക്കാന്ന് കരുതി ഞാൻ നോക്കിയതാണ് അവിടെ കടയിൽ. 3500 രൂപ, 3500 ക്രോണ. 3500 ക്രോണ എന്ന് പറയുമ്പോഴത്തേക്കിനും 2500 രൂപ ഒരു ബർഗറിന്. അതായത് 25 യൂറോ ഒരു ബർഗറിനാണ്. 25 യൂറോ അവർ എത്ര എക്സ്പെൻസീവ് സ്ഥലത്താണെങ്കിലും ഒരു 20 യൂറോയ്ക്കൊക്കെ അല്ല 10 യൂറോയ്ക്ക് മഞ്ചൂരിയൊക്കെ കൊണ്ടുപോയിട്ടണ്ട. എന്ത് കത്തിയാണെന്നറിയോ, ഭയങ്കര എക്സ്പെൻസീവ് ആവും. ഞാൻ നോക്കിയിട്ട് സ്വിറ്റ്സർലാൻഡിനെക്കാട്ടി എക്സ്പെൻസീവ് ആണ് ഇവിടെ. നമുക്ക് ആവശ്യമില്ല, വേറെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വല്ല വാങ്ങിച്ച് കഴിക്കാം. ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, ശരിക്കും പാചകം കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എടുക്കുമായിരുന്നെങ്കിൽ, അതിനകത്ത് ക്യാമറമാനായിരുന്നെങ്കിൽ അതിനകത്തിട്ട് പാചകം ചെയ്യാമെന്ന് ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു. ഞാൻ ആകെ അയച്ചിരിക്കുന്നത് എൻ്റെ കപ്പലണ്ടിയാണ്. ഈ സാധനം കപ്പലണ്ടിയും പിന്നെ ബെറീസും വേറെ ഞാൻ കഴിച്ചിട്ടില്ലെന്നു. വിശക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിയായി, ഓടി ഓടി തീരത്തിലാണ്. ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കുറവാണ്, ഭയങ്കര എക്സ്പെൻസീവ് ഹോട്ടൽസ്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ടേസ്റ്റ് ടേബിൾസ് ഒക്കെ കൊണ്ടുവരണമായിരുന്നു. എന്തായാലും ടേസ്റ്റ് ടേബിൾസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചൂടാക്കി കഴിച്ചാൽ മതിയായിരുന്നു. ഇത് ചെറിയ പൈസ. ടേസ്റ്റ് ടേബിൾസ് ഇവിടുത്തെ റേറ്റ് വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാ? 2.5 യൂറോ, 2 യൂറോ, 2.5 യൂറോ അത്രേ ഉള്ളൂ. അതൊക്കെ വെച്ച് കഴിക്കായിരുന്നു. ഞാൻ എടുത്തില്ലെത്താണ് പറഞ്ഞത്. ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ കരുതിയില്ല. ഒന്നുമില്ല, ഇങ്ങനെ വിജനമായിട്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നോക്കി എന്ത് ചെയ്യാനാ, വേറെ ഒന്നും ചെയ്യാനില്ല. വണ്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. ഇതിന് ഒരു ബസ്സോ ലോറി ഇന്ന് അവിടെ ഇല്ല. അങ്ങനെ ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഷൂ എന്നും പറഞ്ഞുകൊണ്ട് ആടും. ആ സ്ഥലം കഴിഞ്ഞതോടുകൂടി ഇത് കംപ്ലീറ്റ് വിജനമായി. അതായത് വണ്ടികളൊക്കെ വളരെ കുറഞ്ഞു.
എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും അവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന രീതിയൊക്കെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പോ നമ്മൾ വീണ്ടും ഐസ്ലാൻഡിന്റെ മറ്റ് ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഐസ്ലാൻഡ് റൗണ്ട് ട്രിപ്പ് അടിക്കുകയാണ്. അപ്പോൾ ഐസ്ലാൻഡിന്റെ ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ വലതുവശത്ത് സമുദ്രവും ഇടതുവശത്ത് മലകളും കാണാൻ സാധിക്കുന്നത്. ഇതിനിടയ്ക്കുള്ള റോഡിൽ കൂടിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു റിംഗ് റോഡ് പോലെ. അപ്പോൾ ഇനി അങ്ങോട്ട് വിജനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗായ്സ്. വിജനം. ഇരുന്ന് ബോറടിക്കുന്നല്ലോ, ഒന്നുമില്ലല്ലോ. ഇതിനടുത്ത 50 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡാണ്. ഇത് തന്നെ, ഒന്നുമില്ല ഗൈസ്. വിജനത എന്ന് പറഞ്ഞാൽ വിജനത, നത്തിങ്. ഇടക്കിടക്ക് ബോറടിക്കുമ്പോൾ ആൾക്കാർ അവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ചുമ്മാ നടക്കുന്നുണ്ട്. അതിനുള്ള സ്ഥലമുണ്ട്. ഒരു വീടോ ഒരു സംഭവങ്ങളോ ഒന്നുമില്ല. ഇത്രയും വലിയ രാജ്യത്താകെ 3-4 ലക്ഷം ആൾക്കാരല്ലേ ജീവിക്കുന്നുള്ളൂ. പിന്നെ എങ്ങനെ സംഭവം? എന്തായാലും നമ്മൾ ആ ഗ്ലേഷ്യർ കണ്ടത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഇവിടെ ഫുള്ള് ആ ഗ്ലേഷ്യറിന്റെ ഭാഗം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഹോഫൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഹോൻ എന്ന് വല്ല ആയിരിക്കും, HOFN. അവിടേക്കാണ് ഇപ്പം ഇനി പോകുന്നത്. അതാണ് ഇനി അടുത്ത ആകെ ഉള്ള ഒരു ടൗൺ എന്ന് പറയുന്നത്. ദൈവമേ, സൈക്കിളൊക്കെ ചവിട്ടി ആൾക്കാർ പോകുന്നു. സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ടോ നോക്കി. എന്റെ പൊന്നോ, സമ്മതിക്കുന്നു. അത്യാവശ്യം പ്രായമുണ്ട് പുള്ളിക്ക്. പുള്ളിയും കൂട്ടത്തിൽ വേറൊരാളുണ്ട്, 2 പേരുണ്ട്. ഇവിടെ എനിക്ക് വണ്ടി ഓടിച്ച് കാർ ഓടിച്ച് ബോറടിച്ച്. അപ്പൊ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനത്തെ സ്ഥലമാണ് കേസ്. ഇങ്ങനത്തെ ഇതുണ്ടോ അവിടെ മുമ്പില്, അവിടെ ഗ്ലേഷ്യേഴ്സ് ഒഴുകി വരുന്ന സാധനങ്ങൾ, മറ്റേ മലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന സാധനങ്ങൾ, മല മൊത്തം അവിടെ എല്ലാം ഇങ്ങനെയാണ്. ഇതൊക്കെ എല്ലാം ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ എന്താണെന്നറിയില്ല. ഇന്ന് എനിക്ക് ഭയങ്കര ബോറടിയാണ്. ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ ഒരു വീടും ബഹളവും ഒന്നുമില്ല. റോഡ് സൈൻസ് ഒക്കെ കറക്റ്റാ, പാട്ടൊക്കെ കേൾക്കാൻ റേഞ്ച് ഉണ്ട്, എല്ലായിടത്തും റേഞ്ച് ഉണ്ട്. അല്ലാതെ വേറൊരു കുന്തമില്ല. നമ്മളെ ലഡാക്കിലൊക്കെ ഉള്ള പോലെ തന്നെ ചെറിയ കുട്ടിപ്പാലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് ടെമ്പററി പാലങ്ങളൊക്കെ വരും. കുട്ടിപ്പാലം എന്താണ് ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇത് മൊത്തത്തിൽ ഇത് ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ, ഓരോരോ സംഭവങ്ങള്. ഇത് നോക്കി, അതായത് പൊടിക്കാറ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. അങ്ങ് ദൂരെ പൊടിക്കാറ്റാണോ മലയാണോ ആ മലയുടെ മേളിൽ എന്താണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു ലേക്ക്, അതിന്റെ മേളിൽ കുറെ പക്ഷികളൊക്കെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന കണ്ടിട്ട് ഞാൻ ഒന്ന് വണ്ടി നിർത്തിയതാ. എൻ്റെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ല് വരെ ഇവിടെ കിടന്ന് ആടുന്നുണ്ടോ. ഈ കാറ്റ് പറക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഡ്രോൺ ഒന്ന് പറത്തി ചെറിയ കുറച്ച് വിഷ്വലെടുത്ത്. കുറച്ച് വിഷ്വലേ കിട്ടിയുള്ളൂ, എന്നാലും കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു കുളം. ആ കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വേഴാമ്പലിനെ പോലെ എന്തൊക്കെയോ പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. പിന്നെ പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ആ ഒരു കുളത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന റോഡ്, ലൈനിൽ കൂടെ കിടക്കുന്ന റോഡ്, പിന്നെ കാറ്റ്. അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. വിജനമാണെന്ന് പറഞ്ഞാൽ വിജനം. ഇവിടെയൊക്കെ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പോലും ഒന്നും ചെയ്യാനില്ല കേസ്. എന്തിയാനാ? ഞാൻ ആക്ച്വലി ഡ്രോൺ പറത്താൻ വേണ്ടി നിർത്തിയൊന്നുമല്ല, എനിക്ക് ഉറക്കം വന്നുകൊണ്ട് ഞാൻ നിർത്തിയതാ. ഉറക്കം വന്ന് നിർത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാനൊന്ന് നിർത്തിയതാ. അത് പറഞ്ഞു ചെയ്യാനില്ല. അപ്പോൾ ഞാനിപ്പോൾ ഹോഫൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10 കിലോമീറ്ററും കൂടെ പോകണം. അങ്ങനെ ഞാൻ ഹോഫൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഹോഫൻ ഇതൊരു ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമം. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ധനം തീരാറായി, എനിക്ക് ഇന്ധനം നിറയ്ക്കണം, പിന്നെ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കണം, കഴിക്കണം ആദ്യം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇന്ധനം ഇതുവരെ നിറച്ചിട്ടില്ല വണ്ടിയിൽ. ഇതിന് ഇന്ധനം മൈലേജ് കൂടുതലായിട്ടാണോ അതോ ഇതൊരു 2ാമത് പോലത്തെ ടാങ്ക് ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. സംഭവം ഇതുവരെ നിറയ്ക്കേണ്ടി വന്നില്ലായിരുന്നു, ഇപ്പോഴാണ് നമുക്ക് നിറയ്ക്കേണ്ടി വന്നത്. ഇവിടെ പോർട്ടാണല്ലേ ഈ കാണുന്നതൊക്കെ. ഇവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസ് ആണ്, കണ്ടില്ലേ? എന്തോ പേരുള്ള ഗസ്റ്റ് ഹൗസ്. ഇവിടെ കുറച്ച് കപ്പലൊക്കെ കിടപ്പുണ്ട്. നൈസ്. ഐസ് ബ്രേക്കിംഗ് ഷിപ്പ് വല്ലതും ആണോ? അല്ലല്ലോ, അറിയത്തില്ല. ഇവിടെ വിന്ററിൽ അങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യം വരുമായിരിക്കും. ഇത് ഏതോ ഒരു വ്യൂ പോയിന്റ് ആണ്, ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ഡ്രോൺ പറത്തില്ല, ഞാനൊരു എയർപോർട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഡ്രോൺ പറത്തുന്നില്ല. ഡ്രോൺ പറത്താനും പ്രത്യേകിച്ചൊന്നും ഇല്ല, ചുമ്മാ കടലും സമീപത്തൊരു ഇതും അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഗാർബേജ് വണ്ടിക്കകത്തുനിന്ന് കുറെ കളയാനുണ്ട്, അതിനുവേണ്ടി വണ്ടി നിർത്തി ഞാൻ കുറെ സാധനങ്ങൾ എടുത്ത് കളയാനുണ്ട്. ഇതെങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോരം ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഒരു സ്ഥലത്ത് ഇതിലല്ലാതെ വേറൊരു സ്ഥലത്ത് ഒരു കുന്തോ എവിടെ കാണത്തില്ല. അയ്യോ, എൻ്റെ വണ്ടിയുടെ കോലം കണ്ടോ,
വലിയ ഈച്ച അടിച്ച് ഫുള്ള് രക്തം ഗൈസ്. നോക്കൂ, ഇതിൽ ഫുള്ള് രക്തം. ഇതിന് എങ്ങനെ കഴിക്കാനാ പോവാന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ മൊത്തം രക്തമായി. ഇതാണ് ആ ഹോഫൻ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഇതുപോലെ ഒരു ചെറിയൊരു സ്തൂപമുണ്ട് കടലിന്റെ തീരത്തായിട്ട്. പിന്നെ ഇവിടെ എന്താണ് ദ സൺ, സൂര്യനാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നു. സൂര്യന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു എർത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് സംഭവം. ഇതെന്താ സംഭവം? ഇതെല്ലാം ഇവിടെ വാക്കിംഗ് ട്രെയിലാണ്. അതാണ് ഈ സംഭവം. ഇവിടെ മൊത്തം വാക്കിംഗ് ട്രെയിലാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ ബ്രിട്ടീഷുകാർ 1940 വന്ന സമയത്ത് ഉള്ള കുറച്ച് ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1940 ബ്രിട്ടീഷുകാരുടെ വിമാനം ഇവിടെ വന്നിട്ടുണ്ടെന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആർമി, അവരുടെ US നേവിയുടെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കുറച്ച് ചരിത്രമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ കൊച്ചിനഹി നമുക്ക് പോയി വണ്ടിക്കും നമുക്കും ഇന്ധനം അടിക്കാം. സമയം 3:45. സമയം പോകുന്ന പോക്ക് ഒരു രക്ഷയില്ല. എന്റെ വണ്ടി വേറെ ആരുടെയൊക്കെയോ വണ്ടി, മൊത്തം ഇത് തന്നെ. എല്ലാം ടൂറിസ്റ്റുകളാണ്. 90% ടൂറിസ്റ്റുകളാണ്. ഞാൻ ഹിച്ച് ഹൈക്കിങ് ചെയ്ത ആൾക്കാർക്ക് ലിഫ്റ്റ് കൊടുത്തില്ലേ, അവരെന്നോട് പറഞ്ഞു അവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്ന 100% ആൾക്കാർ എല്ലാവരും ഇത് പുതിയ ലാൻഡ് ക്രൂസർ അല്ലേ, എല്ലാവരും ടൂറിസ്റ്റുകളാണെന്ന്. മൊത്തം ലാൻഡ് ക്രൂസറിന്റെ അവസ്ഥ നോക്കൂ ഗൈസ്. ഇത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ റെൻ്റെക്കാറാണ്. ഇതെല്ലാം ഇവിടെ റെൻ്റെക്കാറായിട്ട് കിട്ടും. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റ്, വിൻബുദിൻ, ലിക്കർ ഷോപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഫുഡ് വാങ്ങണം. ഫുഡ് ഈ ഹോഫൻ എന്ന് പറയുന്ന ഇവിടുത്തെ ആളുകളുടെ, ഈ റൂട്ടിൽ പോകുന്ന ആളുകളുടെ ഒരു പിറ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്തിട്ടാണ് പോവുക. ഇത് കണ്ടോ, ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ കണ്ടില്ലേ, റേറ്റ് 4-1 കണ്ടോ. ഞാൻ രാത്രി കഴിക്കാനുള്ള ഫുഡ്, ഇപ്പോൾ കഴിക്കാനുള്ള ഫുഡ്, നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടെ വാങ്ങിച്ച് 4000 ക്രോണ. അവിടെ ഒരു മീലിന് 3000 ക്രോണയാണ് കാണിച്ചത്. ഞാനത് ലാഭിച്ചു. ഇതൊരു ഉണക്ക ബ്രെഡ് വാങ്ങിച്ചു. ഗാർലിക് ബ്രെഡിന്റെ മേളില് ടൊമാറ്റോയും ചീസും ഇട്ടൊരു സാധനം. പിന്നെ ഒരു സാൻഡ്വിച്ചും വാങ്ങിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ സാധനം ചിക്കൻ ടിക്ക മസാല വാങ്ങിയിട്ടുണ്ട്. അത് രാത്രിയിൽ ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിക്കാൻ റെഡി ടു ഈറ്റ് ആണ്. പിന്നെ ഇത് ചിക്കൻ റോളും. നൈസ്. ഇത് കൊള്ളാട്ടോ, ചമ്മി ആക്ച്വലി. പമ്പ് 4 എന്ന് പറയുമ്പോൾ ഇതല്ലേ ആയിരിക്കും, നോക്കാം. യെസ്. ആദ്യം ഇവിടെ കാർഡ് നമ്മൾ ടാപ്പ് ചെയ്യണം. അതായത് ഇവിടെ ഒരു സാധനം കണ്ടോ, നമ്മുടെ കാർഡ് അവിടെ കൊണ്ട് ടാപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എമൗണ്ട് സെലക്ട് ചെയ്യണം. എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് എനേബിൾ ആവും. ഇത് എനേബിൾ ആയി കഴിഞ്ഞിട്ട് അതെടുത്ത് നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് വെക്കുക. ഇവിടെ 1 ലിറ്റർ ഡീസലിന്റെ പ്രൈസ് എത്ര എന്നറിയാവോ? 230 രൂപ. അതായത് 322 ക്രോണ. 230 രൂപയാണ് 1 ലിറ്റർ ഡീസലിന്. ഏകദേശം 210-220 രൂപ ഒരു 1 ലിറ്റർ പെട്രോളിന്. എന്താല്ലേ, അയ്യോ അതും കൊല്ലല, എല്ലാം കൊല്ലണ റേറ്റ് ആണ്. പിന്നെ പറഞ്ഞ കാര്യമില്ല. സോ ഇപ്പൊ അങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈവേ നമ്പർ 1. ഹൈവേ നമ്പർ 1 ഇനി നമുക്ക് പോകണം. ഇവിടെ കുറെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് വിജനം എന്ന് പറഞ്ഞാൽ വിജനമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഭയങ്കര ബോറടിക്കുന്ന യാത്രയായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും പോയി നോക്കാം. ഈ ഒരു സ്ട്രെച്ച് നമുക്ക് കവർ ചെയ്തേ പറ്റുള്ളൂ ഈ ഒരു റൂട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതായത് സിറ്റിയുടെ എന്താ പറയുക, സിറ്റിയുടെ അല്ല, തലസ്ഥാന നഗരത്തിൽ നിന്ന് കുറേ വന്നു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അകപ്പാട് ഇത്രയ്ക്ക് ആൾക്കാരുള്ള നാട്. പക്ഷെ എല്ലാവർക്കും ബേസിക് ഫെസിലിറ്റീസ് ഉണ്ട്. അതെ, ലെറ്റ്സ് ഗോ. ഇത് എന്തൊക്കെയാണ് ഇവർ എഴുതിയിരിക്കുന്നതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തൊക്കെയോ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കൊരു കുന്തം മനസ്സിലാവുന്നില്ല. 1777 ഇവിടേക്ക് വന്ന് റോഡിന്റെ എന്തോ മറ്റേ ഹെൽപ്പ് ലൈൻ നമ്പറാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിനി കടൽ തീരത്തൂടെയാണ് പോകാൻ പോകുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഐസ്ലാൻഡിന്റെ മുകൾ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിജനം എന്ന് പറഞ്ഞാൽ നോക്കി എത്രത്തോളം വിജനമാണെന്ന്. ഒരു വണ്ടിയില്ല, ഒരു ഗണ്ടിയില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുമായിരുന്നു. പക്ഷേ ഇത് ഈ ഐസ്ലാൻഡ് റൗണ്ട് ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഈ വഴിക്ക് വരിക. നടന്നു പോകുന്ന ആൾക്കാർ എൻ്റെ പൊന്നെ, ഹിച്ചേക്ക് ചെയ്യുന്നവരാണോ അതോ നടന്ന് തന്നെ കവർ ചെയ്യുന്നവരാണോ? കാറില്, സൈക്കിളില്, ബസ്സില്, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണോ ആൾക്കാർ പോകുന്നത് ആൾക്കാർക്ക് അറിയത്തില്ല. ഓ വാവ്, എന്റെ പൊന്നോ, ഇവിടെ ഒരു ടണല്. ആദ്യമായിട്ടാണ് ഐസ്ലാൻഡിൽ കയറിയിട്ട് ഒരു ടണല് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ടണലാണ് കുതിരയും കൊണ്ട് ആൾക്കാർ നടന്നു പോരുന്നത്, കുതിരപ്പുറത്ത് പോരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ടണലാണെന്ന് തോന്നുന്നു. ടോളുണ്ട് എന്ന് പറഞ്ഞത്, എനിക്കറിയത്തില്ല. ഈ ടണലിലൂടെ പോകുന്നവർക്കാണെന്ന് തോന്നുന്നു എന്തോ ഒരു ടോളിന്റെ കാര്യം ഇങ്ങനെ വണ്ടി റെന്റിനെടുക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. കണ്ടല്ലേ, ഈ
കടൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ കടൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കിനും അവിടെ റോഡ് പണിയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ റോഡ് ഡേഞ്ചർ ആയതുകൊണ്ടായിരിക്കാം ഇവർ ഈ മല ബൈപ്പാസ് ചെയ്ത് ടണൽ പണിതിരിക്കുന്നത്. ഇതൊരു ഗംഭീര ടണലാട്ടോ, അടിപൊളി. അയ്യോ, ഞാനിപ്പോ കടലിന്റെ തീരത്ത് കൂടെയാണേ പോകുന്നത്. അയ്യോ, ഇത് ഭയങ്കര ഒരു ഫീലാട്ടോ സത്യം പറഞ്ഞാല്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ വിജനമായ വഴികളിലൂടെ. ഇന്നലെ ഒന്നും ഇത്രയും വിജനമായിരുന്നില്ല, ഇന്നാണ് കംപ്ലീറ്റ് വിജനമായത്. വിജനമായ വഴികളിലൂടെ ഇങ്ങനെ കടൽ തീരത്തോടെ പോകുമ്പോൾ ഇതിന് കടലിനകത്തൂടെയാണ് ഇവർ പാലം പണിതിരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു കടലിടുക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. ഇതിനിടയ്ക്കൂടെയാണ് ഇവർ, പാലമല്ല, റോഡ് ഇങ്ങനെ പണിതിങ്ങനെ സെറ്റാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ബസ്സൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നില്ല. എന്തോ അത്, എന്തിനായിരിക്കും ആ ബസ് അവിടെ പാർക്ക് ചെയ്തത്, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു കടലിൻ്റെ ഒരു സ്ഥലം, പിന്നെ ഇതിങ്ങനെ കടലിടയ്ക്ക് ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. ഈ മുമ്പേ ഞാൻ കണ്ടില്ലേ ആ സാധനം, അത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതിൻ്റെ തൂവലാണ് ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇത്ര നേരം ദിവസം ഐസ്ലാൻഡിൽ വന്നിട്ട് നമ്മൾ ബീച്ച് എന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ. ഇത് ബീച്ചല്ല, ബീച്ച് അപ്പുറത്താണ്. ഇതിങ്ങനെ ഒരു ഷാലോ ബീച്ച്, നോട്ട് ബീച്ച്. ഐസ്ലാൻഡ് ഈസ് നോട്ട് എ ബീച്ച് പ്ലേസ്. ഈവൻ ദോ കടലിന് ചുറ്റും, അതായത് രാജ്യത്തിന് ചുറ്റും കടലാണെന്നുണ്ടെങ്കിലും ആരും ബീച്ചിലിറങ്ങാത്തൊരു നാട് ഐസ്ലാൻഡ്. ആരും ബീച്ചിലിറങ്ങാത്തൊരു നാട് ഐസ്ലാൻഡ്. ഈ ഭാഗത്ത് വന്നപ്പം ടെറിബിൾ വിൻഡാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒരു രാമസേതു പോലെ ഇങ്ങനെ കടലിൽ കിടക്കുകയാണ്, കണ്ടില്ലേ നോക്കിയേ. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ സമീപത്തായിട്ടുള്ള ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ചാണ് ഈ കാണുന്നത്. ബ്ലാക്ക് സാൻഡ് ബീച്ച്, നല്ല കാറ്റുണ്ട്. എന്നാലും ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു രക്ഷയില്ല സ്ഥലം. അതായത് ഇത് പൊളിച്ച്, അതായത് ആ മലയും പിന്നെ അതിൻ്റെ മുമ്പിലൊരു ലേക്ക്, ആ ലേക്കിൻ്റെ ഇപ്പുറത്ത് ബ്ലാക്ക് സാൻഡ് ബീച്ച്, ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ ഇപ്പുറത്ത് കടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മേളിൽ നോക്കുകയാണെങ്കിലും താഴെ നോക്കുകയാണെങ്കിലും എങ്ങനെ നോക്കുകയാണെങ്കിലും അജാതി വൈബുള്ള സ്ഥലം. ഇത് പൊളിച്ച് കേട്ടോ, ഗംഭീര സെറ്റപ്പല്ലേ ഇത്, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ലൈറ്റ് ഹൗസ് ഇരിക്കുന്ന ഭാഗം അടിപൊളി കേട്ടോ. അതിൻ്റെ മേളിലൊരു പച്ച കളറിലെ ഒരു ബസ് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ആ അതിശക്തമായിട്ട് അവിടെ കുറച്ച് തിരയടിക്കുന്നുണ്ട് ആ കാണുന്ന കല്ലിൻ്റെ ഭാഗത്ത്, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഡ്രോൺ വെച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ ബീച്ചിൽ നിങ്ങൾ നടക്കുന്ന കുറേ ആൾക്കാരെ കണ്ടില്ലേ, അവരെ പിക്കാനായിട്ട് ഇപ്പോൾ ബസ് വന്നു. ഇവർ ആക്ച്വലി ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ബസ് ഇറക്കി വിട്ടിട്ട് അതേ നടന്ന് ബ്ലാക്ക് സാൻഡ് ബീച്ചിലൂടെ ഇവിടെ വരെ വന്ന ആൾക്കാരാണ് അവർ. എല്ലാവരും ഒരു മിനിമം ഒരു 50 വയസ്സ്, 50 അല്ല ഒരു 60-70 വയസ്സ് പ്രായം ഉണ്ടാവും എല്ലാവർക്കും. നിങ്ങൾ കടലിൽ ഇത്തരത്തിലുള്ള ജീവനെ കണ്ടിട്ടുണ്ടോ? ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇത് നമ്മുടെ മറ്റേ എന്താ പറയുക, താറാവ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, അതാണ്. അത് കടലിൽ ഇങ്ങനെ, എനിക്കൊന്ന് ദേശാടന കിളികളുടെ കൂട്ടത്തിൽ പെടുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇങ്ങനെ കടന്നാൽ എങ്ങനെ ശരിയാവുക? എൻ്റെ പൊന്നോ, ഞാനൊന്ന് ജസ്റ്റ് ഇതിനെ കണ്ടപ്പോൾ ഒന്ന് നിർത്തി ഇറങ്ങിയതാ. ഒരു കിടിലൻ വ്യൂ കാണിക്കട്ടെ. ഇതാണ് നമ്മുടെ വണ്ടി, നമ്മൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്ന നമ്മുടെ ആ ഒരു വഴി. ആൻഡ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എൻ്റെ അമ്മോ, രക്ഷയില്ല കേട്ടോ. ഇതുപോലത്തെ നല്ല കിടുക്കാച്ചി വ്യൂ ഉണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു റിംഗ് റോഡ് ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ത് ഭംഗിയല്ലേ. ആ സൂര്യൻ ഇങ്ങനെ പുറകെ നിൽക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഭംഗി നമുക്കിങ്ങനെ കിട്ടുക. ആ വെള്ളത്തിനൊക്കെ കളറൊക്കെ തോന്നിക്കുന്നത് സൂര്യൻ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ്. അല്ലാതെ ഇവിടുത്തെ വെള്ളത്തിന് അങ്ങനെ വലിയ കളറൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക ഭംഗിയാണ്. അതിവിജനമായിട്ടുള്ള ആ വഴിയിലൂടെ എന്ന് ഞാനിനി പറയത്തില്ല, കാരണം ഇത് കംപ്ലീറ്റ് വിജനം തന്നെയാണ്. വിജനതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിജനതയാണെന്ന് എനിക്കറിയില്ല. കണ്ടോ, സൂര്യൻ ഇങ്ങനെ കയറി നിൽക്കുന്നത് കണ്ടോ. ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയുണ്ടോ? സൂര്യൻ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും ഇല്ലല്ലോ. ഇതാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ആ റോഡിലൂടെ പോകുമ്പം എൻ്റെ വലതുവശത്ത് ഇതിങ്ങനെ കടൽ കയറി കിടക്കുന്ന ഒരു പ്രദേശമാണത്. ആ ഒരു കടൽ കയറി കിടക്കുന്ന പ്രദേശം
ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാത്ത ആ ഒരു പ്രദേശം, ആ ഒരു പ്രദേശത്തൂടെ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് എന്ത് ചെയ്യാനാ, ഇങ്ങനെ പോവാ, അല്ലാണ്ടൊന്നുമില്ലല്ലോ. ഇത് പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിട്ടിയില്ല റോഡ് ട്രിപ്പാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴത്തേക്കിനും എനിക്ക് ബോറടിക്കുമ്പോഴത്തേക്കിനും ഞാൻ വണ്ടി നിർത്തും, ഡ്രോൺ പറത്തും, വണ്ടി നിർത്തും, ഡ്രോൺ പറത്തും, വണ്ടി നിർത്തും, ഡ്രോൺ പറത്തും. യാ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഫൈനലി അവസാനം റോഡൊക്കെ ശോകമായെന്ന് തോന്നുന്നു. എനിക്കിവിടെ ഗ്രാവൽ റോഡായി. അതായത് ഇത്രയും നേരം റോഡെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം റോഡൊക്കെ എന്തൊക്കെയോ അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. ഇത് റിംഗ് റോഡ് ട്രിപ്പ് എന്താകുമോ ആവോ എനിക്കറിയില്ല. ദൈവമേ, ഇത് എന്തൊന്നടേ ഇത്. ഇതിന് എത്ര കിലോമീറ്ററാണ്? 17 കിലോമീറ്റർ ഇങ്ങനെയോ? ഓഹ് മാൻ, അടിപൊളി. ഇത് മിക്കവാറും ഞാൻ പണി പാളുന്ന ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ ആക്ച്വലി മൗണ്ടൻ റോഡാണ്. നമ്മൾ മല കയറുകയാണ്. നമ്മൾ ഐസ്ലാൻഡിൽ വന്നിട്ട് ഇതുവരെ മല കയറിയില്ലല്ലോ. ആ മല കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം കണ്ടു. അത് കണ്ടപ്പം നിർത്തിയതാണ്. ഇവിടെ ഇതെന്താ സംഭവം? ഇത് ഹാൾമർ ഗോമട്സൺ എനിക്ക് മേ ബി ഇതാരെങ്കിലും മരണപ്പെട്ട ആരുടെയും എന്തെങ്കിലും സംഭവം വെച്ചിരിക്കുന്നതായിരിക്കും. ഇവിടെ രണ്ടുപേരിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. എല്ലാ വണ്ടിയും ജിജിയാണ്. ഓ, അവിടെ ഒരു കിട്ടില്ല വെള്ളച്ചാട്ടത്തിൻ്റെ രക്ഷയില്ല, അടിപൊളിയാണ്. പൊളിച്ച് അതിൻ്റെ മേളിൽ കൂടെ ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ നമ്മൾ മണാലിയൊക്കെ പോകുന്ന പോലത്തെ വഴിയാണ്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ വണ്ടി SUV അല്ലല്ലോ, ഇതൊരു MUV അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് കഷ്ടം, സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് ഇത് ചാടിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട്. ഇതിങ്ങനെയൊന്നും ചാടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടിയല്ല. അത് മാത്രമല്ല ഇത് കയറ്റം കയറാൻ അത്ര പെർഫോമൻസ് ഇല്ല, പമ്മെന്ന്. ഫോർച്യൂണർ പോലത്തെ ഒരു വണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ഈസി ആയിട്ട് ചാടിച്ചെടുത്തുകൊണ്ട് പോകായിരുന്നു. പക്ഷേ ഇത് മൊത്തം പൊടി പിടിച്ച്, അയ്യോ എൻ്റെ വണ്ടി മൊത്തം ഒരു പരിവാവും. ഗ്രാവൽ റോഡ് ശരിക്കും എന്തൊക്കെ എക്സ്പീരിയൻസ് കിട്ടിയെന്നറിയോ ഇപ്പോൾ എനിക്കിവിടെ ഐസ്ലാൻഡിൽ വന്നതിന് ശേഷം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോഡ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെറൈൻ, പിന്നെ പലതരത്തിലുള്ള കാലാവസ്ഥ, അത് ഇത് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ ദുരിതമായ യാത്ര കഴിഞ്ഞ് നമ്മൾ വീണ്ടും നല്ല റോഡിലെത്തി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും പോകണം ഒരു 100 കിലോമീറ്ററും കൂടെ, എന്നാലേ നമ്മൾ ഒരു മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുള്ളൂ. ആ ഹോഫനെ വിട്ടിട്ട് 200 കിലോമീറ്റർ ഒരു കുന്തവും ഇല്ല. പക്ഷെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഞാനിപ്പോൾ എവിടെയാണെന്നല്ലേ കണ്ടു നോക്കിയോ, പറയാം എവിടെയാണെന്നുള്ളത്. ഇവിടെയാണ് ഞാൻ. അതായത് നോക്കൂ, ഈ കാണുന്ന റോഡിൻ്റെ സൈഡിൽ എവിടെ? റോഡിൻ്റെ സൈഡിലല്ല, വെയിറ്റ്, ഈ ഡ്രോൺ ഇച്ചിരി സ്പീഡിൽ പോയില്ല, പതുക്കെ പോവുള്ളൂ. ഓക്കെ, ഈ കാണുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടില്ലേ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? ഭയങ്കര കാറ്റാണ്. ആ കാറ്റത്ത് ഇങ്ങനെ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ തിര അടിക്കുന്ന പോലെ ഇങ്ങനെ അടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പൊളിയല്ലേ സ്ഥലം? ഈ വാട്ടർ ബോഡിയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ ആ ഗ്രാവൽ റോഡ് കഴിഞ്ഞിട്ടുള്ള റോഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഫുൾ ഇത് മൊത്തം ഇപ്പോഴും ഗ്രാവൽ റോഡാണ്. ഇച്ചിരി സ്മൂത്ത് ആണെന്നേ ഉള്ളൂ. സംഭവം അടിപൊളിയാണ്. സമയം രാത്രി 8 മണിയായി. ഞാൻ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പോർട്ടുണ്ട്. അതായത് ഒരു ഐസ്ലാൻഡിൻ്റെ ഏറ്റവും ഇപ്പുറത്ത് ഡെൻമാർക്കിൽ നിന്നൊക്കെ ഈ കപ്പലുകളൊക്കെ വരുന്ന ഒരു തുറമുഖമുണ്ട്. ആ തുറമുഖ നഗരത്തിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇനി ഒരു 30 കിലോമീറ്റർ കൂടെ പോകണം. ഈ തുറമുഖ നഗരത്തിൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഒരു ഹോം സ്റ്റേ നടത്തുന്ന ഒരു തോറ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. ആ ലേഡി അവർക്കിവിടെ ഒരു ഗസ്റ്റ് ഹൗസും മറ്റുമൊക്കെ ഉണ്ട്. അവരെ എനിക്ക് നമ്മുടെ മനോജേട്ടൻ കണക്ട് ചെയ്ത് തന്നാണ്. മനോജേട്ടൻ നേരിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല, ആരോ വഴി കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിരുന്നു. അപ്പോൾ അവരിവിടെ ഉണ്ട്. അവർ 6 മാസം നാട്ടിലും 6 മാസം ഇവിടെ, വിൻ്ററിൻ്റെ സമയത്ത് 6 മാസം നാട്ടിലും, ബാക്കിയുള്ള സമയത്ത് ഇവിടെ. അങ്ങനെയാണ് അവർ ബേസിക്കലി ഉണ്ടാവുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവരിവിടെ ഉണ്ട്. അവിടെ വാ, അവരുടെ ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം തരാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. പ്രായമുള്ളൊരു ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ എനിക്കറിയില്ല, അവിടെ പോയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സോ ലെറ്റ് മീ ഗോ ആൻഡ് സീ. അവർ നാളെ കാണാൻ പറ്റുള്ളൂ. അവർ ഉറങ്ങാറായല്ലോ, സമയമായല്ലോ, രാത്രി ആയല്ലോ, 8 മണി ആയല്ലോ. അതിൽ മീറ്റ് യു ടുമോറോ എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. എന്തായാലും പോയി നോക്കട്ടെ. ഞാനിപ്പോൾ വീണ്ടും ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുൾ പച്ചപ്പ് നിറഞ്ഞ മലയാണ്. ഈ മല കയറി ഇറങ്ങി ഈ രാജ്യത്തിൻ്റെ
ഒരു അവസാനം 2 മലകൾക്കിടയിലായിട്ടാണ് ഞാനിപ്പോൾ പോകുന്ന ആ ഒരു പോർട്ട് സിറ്റി ഇരിക്കുന്നത്. എനിക്ക് ഈ രാജ്യത്തിൻ്റെ ഭംഗിയൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇത്രയൊക്കെ പറ്റുള്ളൂ. എൻ്റെ ക്യാമറ കണ്ണുകളിൽ പതിയുന്ന സാധനങ്ങളൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പം എൻ്റെ കണ്ണിലൂടെ നോക്കുന്നൊരു കാഴ്ച എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നേ? എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ഇത് തന്നെ ഏതോ ഒരു മലയുടെ മേലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. മൊട്ടക്കുന്ന് പോലത്തെ മലയാ. മൊത്തം കാറ്റല്ലേ, അതുകൊണ്ട് തന്നെ മരങ്ങളൊന്നുമില്ല. ഫുള്ള് മൊട്ടക്കുന്ന് പോലെ ഇങ്ങനെ കിടക്കുക. എത്ര നേരമായിട്ട് ഞാൻ മാത്രമാണെന്നറിയോ? ഇവിടെ മൊത്തം ആടാ കേട്ടോ. ഹലോ, ഊയ്, ഓറിയോ സ്വന്തനെ ഞാൻ വിളിച്ചപ്പോൾ നോക്കുന്നുണ്ട് 2 കൂടെ 3 കൂടെ. മറ്റേ ബ്ലാക്ക് ഷീപ്പൊക്കെ ഉണ്ടായിരുന്നു, വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നിർത്തിയപ്പോഴേ ഓടിപ്പോയി. ഇതിവിടുത്തെ വൈൽഡ് ആനിമൽസ് ആണല്ലോ ബേസിക്കലി ഈ ആടെന്ന് പറയുന്നത്. ഇതിങ്ങനെ ആരും മേയ്ക്കുന്നൊന്നുമല്ല, കാരണം അവിടെ മനുഷ്യൻ പോലും ഇല്ല, ആടേ ഉള്ളു. അങ്ങ് മുമ്പിലൊരു ലേക്ക് കണ്ടോ? പാങ്കോങ് ലേക്ക് പോലില്ലേ കണ്ടാലേ? തോന്നില്ലേ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. പാങ്കോങ് ലേക്കൊക്കെ പോലെ തോന്നുന്നു. മലയുടെ മേളിൽ അവിടെ ഇവിടെയൊക്കെ സ്നോ കിടപ്പുണ്ട്. അങ്ങ് ദൂരെ ആണേലും സൈഡിലാണേലും എല്ലായിടത്തും മൊത്തത്തിൽ കുറേ സ്നോ ഒക്കെ കിടപ്പുണ്ട്. സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് കണ്ടു തുടങ്ങി ഗൈസ്. ഞാനൊരു വലിയ ഒരു മല കയറി ആ മലയുടെ മേളിലായിപ്പോ. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ മാത്രമേ ഉള്ളു. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം, ഇവരെന്ത് ടെക്നോളജി ഉപയോഗിക്കുന്ന അറിയത്തില്ല. എവിടെ പോയാലും റേഞ്ച് ഉണ്ട്. അതായത് എത്ര വിജനമായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും എല്ലായിടത്തും നെറ്റ്വർക്ക് ഉണ്ട്. ഈ 2 വലിയ മലകൾക്ക് നടുവിൽ ഇതുണ്ട്. അവിടെ താഴെ കുറച്ച് വെള്ളം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സെയ്ദിസ് ഫോർജർ അങ്ങനെ എന്തോ, സെയ്ദിസ് ഫോർജറോ അങ്ങനെ എന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര്. അവിടേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് മനുഷ്യരെ കണ്ടത് ആ ഹോഫനിൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ്. അതല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. റോഡിലും കണ്ടിട്ടില്ല, അയ്യോ സ്ഥലത്തും കണ്ടിട്ടില്ല. എനിക്ക് ആരോടെങ്കിലുമൊക്കെ മിണ്ടണേ, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്നേ. എന്ത് ചെയ്യാനാ, സാരമില്ല. ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിപ്പോയി. നാളെ നമ്മൾ സെറ്റാക്കും. അങ്ങനെ ഞാൻ താഴെ ആ വില്ലേജിലെത്തി. ചെറിയ കുഞ്ഞു വീടുകൾ, സംഭവങ്ങൾ, അങ്ങനെ എന്താ പറയുക, വലിയ സെറ്റപ്പും പരിപാടികളൊന്നും ഇല്ല. ചെറിയൊരു സ്ഥലം, മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഒരു പള്ളിയുണ്ട്. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. പക്ഷേ ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഞാനിവിടെ വന്നപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ഇത് അവിടെ അപ്പുറത്തൊരു ക്രൂയിസ് ഷിപ്പ് കിടക്കുന്നു, ഒരു ക്രൂസ് കപ്പൽ. ഇവിടെയോ ക്രൂസ് ഷിപ്പോ? ഞാനത് മണ്ടടിക്കോ, ഇതെന്താ ഇത് ഇവിടെ ക്രൂസ് ഷിപ്പ് എന്ന്? അത് പോയി നോക്കട്ടെ. ഇതാണ് അവരെന്നോട് വരാൻ പറഞ്ഞ സ്ഥലം, ഹഫൽദാൻ ഹാർബർ ഹോസ്റ്റലിന്. ഇതേ കിടക്കുന്ന ക്രൂസ് ഷിപ്പ്. ഇത് എന്തുവാടി ഇത്? ഇവിടെ ക്രൂസ് ഷിപ്പാ? ഇതൊരു ചെറിയ ഗ്രാമം. ദേ കാണുന്ന ഇത്ര ഉള്ളു. അതായത് ഇതിൻ്റെ ഈ കാണുന്ന ഇത്ര ഉള്ളു, കണ്ടോ? ഇത്ര ഉള്ളു ഈ ഗ്രാമം. അവിടെ കുറച്ച് വീടുകൾ കണ്ടോ, ആ പൊടി പോലെ. അത്ര ഉള്ളു ഈ ഗ്രാമം. ഈ ഗ്രാമത്തിലാണോ ഈ ക്രൂസ് ഷിപ്പ് വരുന്നത്? എൻ്റെ പൊന്നെ, സമ്മതിക്കണം കേട്ടോ. ഇവിടെ പോർട്ടൊന്നും ഇല്ല. ഇവിടെ എന്തോ സംഭവങ്ങളൊക്കെ ഉള്ളൂ, ചെറിയൊരു ക്രൂസ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ വീടുള്ളത്. ഞാൻ നോക്കട്ടെ ഇവിടെ എന്നാ പരിപാടി എന്നുള്ളത്. ഗസ്റ്റ് ഹൗസ്, കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. എന്തോ ഒരു ഹോസ്റ്റലാണ്, എന്തോ സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. പോയി നോക്കട്ടെ. ഹോസ്റ്റലിംഗ് ഇൻ്റർനാഷണലോ? ഇതൊരു ഹോസ്റ്റലാണ്, മനസ്സിലായില്ലേ? ഈ ഹോസ്റ്റലിൽ അവിടെ കപ്പൽ കിടക്കുന്നുണ്ടോ? ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. എന്നാലും ഇവിടെ ഒരു കപ്പലുണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. വൈക്കിംഗ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. വൈക്കിംഗ് ടൂർസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കപ്പലാണെന്ന് തോന്നുന്നു. ഭയങ്കര സംഭവം കേട്ടോ അത്. ഇവിടെ എന്നാലും കപ്പലേ ഒന്നും പറയണ്ട. ഇത് മറ്റേ റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഹോസ്റ്റലിലെ സോഷ്യലൈസിങ് സ്ഥലം. പഴയ CD മറ്റൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ആൾക്കാർ കുക്ക് ചെയ്യുന്നുണ്ട്. എനിക്കും കുക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ. You're welcome to drive into. Okay, I can park the car here. You can put the caravan on this green lawn. There is another caravan there, my son. Okay, So okay. you put it there. Fine. I'm How come you live in Kochi? I didn't know that. Where are you in Fort Kochi? Yeah, I'm in Fort Kochi in the Bishop Garden with a beautiful hotel. Which one? A beautiful hotel in Fort Kochi. What is the name? Secret Garden. Secret Garden. Secretgarden.in. You can Google it. Yeah, I'll definitely come there when when are you going back? October. October. Okay, so you keep on traveling during winter, right? I'm there in the winter and here in the summer. Okay. I've been here for 50 years in this building. Really? Yeah. That's So, nice. you can
park your caravan. Yeah, on sure, the other sure. side of the other car is my son's caravan. Sure. And you can go in there. And Oh, enjoy. there's a toilet there also? No, No, I have to come here, right? you have to come here to the toilet. Okay. Yeah. I appreciate You can also put your caravan there if you like. That's closer to toilet than Okay, everything. okay. You put it there. Yeah, It's nice. yeah. The nature is all here. Like, it's I beautiful. was watching whales just outside my window just half an hour ago. Lots of whales. Just Really? Swimming outside the, in Okay. the fjord. Anyway, thank you. Yeah. 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 Maybe this is easier for you. Then you can. I show you inside. Yeah, I've seen. I've been there. Yeah. So toilets are here, showers are here. Yeah, there's a kitchen also. I've seen that. Feel welcome. Yeah. Okay. Thank you. Okay. Thank you. I go and get kayak. I'm old. Yeah. ഗുഡ് നൈറ്റ്. ഹായ്, പുള്ളിക്കാരി കൊള്ളാമല്ലോ. സീക്രട്ട് ഗാർഡൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹോം സ്റ്റേ ഉണ്ടെന്ന് പുള്ളിക്കാരിക്ക്. അത് സെറ്റപ്പ് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു സാധനം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല ആൾക്കാർക്കും പലതും ഉണ്ട്. അപ്പോൾ എന്നോട് ഇവിടെ എവിടെ വേണേൽ വണ്ടി പാർക്ക് ചെയ്ത് കിടന്നോളാൻ പറഞ്ഞു. എനി വേർ ഇറ്റ്സ് ഓൾ അപ് ടു യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യണം, ഇവിടെ പാർക്ക് ചെയ്യാം, അവിടെ പാർക്ക് ചെയ്യണം, അവിടെ പാർക്ക് ചെയ്യാം, ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് ഹോസ്റ്റലിൽ കയറിയിട്ട് ബാത്റൂമൊക്കെ യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. ഇതാണ് പുള്ളിക്കാരിയുടെ ഹോസ്റ്റൽ. പുള്ളിക്കാരി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെ സ്ഥലമൊക്കെ ഉണ്ട്, ഇവിടെ വേണമെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലും ഈ കപ്പൽ ഇത് കൊള്ളാം കേട്ടോ. ഇവിടെ തണുപ്പിച്ചിട്ട് കൂടുതലാണ്. ദ തണുപ്പിസ് റിയലി ഹൈ. ഈ സെറ്റപ്പ് കൊള്ളാമല്ലോ. വാവ്, വേണമെങ്കിൽ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് കിടന്നോളാം എന്നാണ് പുള്ളി പറഞ്ഞത്. വണ്ടി വേണമെങ്കിൽ ഇവിടെ കൊണ്ടിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ദിസ് പ്ലേസ് ഐ ക്യാൻ യൂസ് ഇറ്റ് ആസ് എ പ്രൈവറ്റ് പ്ലേസ്. ഓ വാവ്, ബ്യൂട്ടിഫുൾ, വാട്ട് എ ലവ്ലി പ്ലേസ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് നൈസ്. ഞാൻ വണ്ടി ഇവിടെ തന്നെ കൊണ്ടിടും. ഇതാണ് നല്ല സ്ഥലം. ഇവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം അല്ലേ. ഇതാകുമ്പോൾ സെറ്റാണ്. ബാത്റൂമിൽ പോകണം, അവിടെ പോകണം എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ബാക്കി സംഭവങ്ങൾ ഞാൻ നാളെ കാണിക്കാം. ഇന്ന് ഐ ആം ലിറ്ററലി ടയേർഡ്. എനിക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കണം, കുളിക്കണം, കിടന്നുറങ്ങണം. സീ യു ഗൈസ് ടുമോറോ. ബൈ.